തിരുവനന്തപുരം വർക്കലയിൽ മദ്യലഹരിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. തലയ്ക്കും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതി സുരേഷ് കുമാർ റിമാൻഡിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, ഇന്നലെ ഈ ശ്രീകുട്ടിയുടെ അമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു, എൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയണം, മതിയായ ശിക്ഷ നൽകണം, ഈ പ്രതിക്ക് മതിയായ ശിക്ഷ നൽകണം, അതോടൊപ്പം നല്ല ചികിത്സ തന്നെ മകൾക്ക് ഉറപ്പ് വരുത്തണമെന്നൊരാവശ്യം ഈ അമ്മ മുന്നോട്ട് വെച്ചതാണ്. ഏതെങ്കിലും രീതിയിലുള്ള, അതായത് ഒരു നല്ല ചികിത്സ അല്ല ലഭിക്കുന്ന പരിഭവം കുടുംബത്തിനുണ്ടോ? ഇപ്പോഴെങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇന്നലെ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതൊരു വൈകാരികമായ ഒരു പ്രതികരണമായി മാത്രം കണ്ടാൽ മതി എന്നൊരു നിലപാടിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ. കാരണം സാധ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ചികിത്സയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ 19 വയസ്സുകാരിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ തലച്ചോറിനടക്കം ക്ഷതമേറ്റിട്ടുണ്ട് ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയുടെ ആഘാതത്തിൽ. അതാണ് ആന്തരിക രക്തസ്രാവത്തിനടക്കം വഴിവെച്ചത്. അതുകൊണ്ട് ഈ തലയിലടക്കം ഉണ്ടായിരിക്കുന്ന ഈ സാരമായ പരിക്ക് ഭേദമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലാണ് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേയിലെ ഉദ്യോഗസ്ഥരടക്കം നൽകുന്ന വിവരം. അവർ കർശനമായ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ 19 വയസ്സുകാരിയുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടി. എന്തായാലും എടുത്തു പറയേണ്ടുന്ന കാര്യം, പ്രതിയെ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടിയും തെളിവെടുപ്പിന് വേണ്ടിയും വർക്കലയിലെ ഈ സംഭവ സ്ഥലത്തേക്ക് ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധന ഈ വർക്കലയിൽ ഈ സംഭവമുണ്ടായ സ്ഥലത്ത് റെയിൽവേ CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിയിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഇങ്ങനെയൊരു ഈ ആക്രമണത്തിലേക്ക് നയിച്ചത്. രണ്ടുപേരെയും ഒരുപോലെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഈ പ്രതി സുരേഷ് കുമാർ എന്നാണ് വിവരം. അതേസമയം സമാനമായ മറ്റ് കേസുകളിലൊന്നും നേരത്തെ ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളതായ വിവരം ഇതുവരെ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇയാൾ മദ്യപിച്ച് കുടുംബത്തിലടക്കം തർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്ന ഒരു വിവരം മാത്രമാണ് റെയിൽവേ പോലീസ് അടക്കം ഇതുവരെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ തുടരുകയാണ്. ഈ സംഭവത്തിന് പിന്നാലെ ഉയർന്നു വന്ന വലിയൊരു ആക്ഷേപം, ഈ സ്ത്രീകൾക്ക് നേരെ, യാത്രക്കാർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ ട്രെയിനുകളിൽ ഉണ്ടാകുമ്പോഴും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിനുകളിലില്ല, പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് പിന്നാലെ അത്തരമൊരു സുരക്ഷ ഉറപ്പാക്കാൻ അല്ലെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യം ട്രെയിനുകൾ ഉറപ്പാക്കാനുള്ളൊരു നടപടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് സുരക്ഷാ പരിശോധനകൾ പ്രത്യേകിച്ച് എല്ലാ ട്രെയിനുകളിലും ഈ പരിശോധനകൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥരെ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ RPF ഉദ്യോഗസ്ഥരെ അല്ലാതെയും ഒക്കെ വിന്യസിക്കാറുണ്ട്. പക്ഷേ പ്രായോഗികമായി നിലനിൽക്കുന്ന ഒരു തടസ്സം, എല്ലാ കമ്പാർട്ട്മെൻറ്റുകളിലും, അതായത് ഓരോ ട്രെയിനുകളുടെയും മുഴുവൻ കമ്പാർട്ട്മെൻറ്റുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്ന് പറയുന്നതിൽ ചില പ്രായോഗികമായ തടസ്സങ്ങളുണ്ട് എന്നാണ് RPF പറയുന്നത്. കാരണം ഉദ്യോഗസ്ഥരുടെ അംഗബലം അടക്കം അതിനൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ AC കോച്ചുകളിലും അതോടൊപ്പം തന്നെ സ്ലീപ്പർ കോച്ചുകളിലുമാണ് ഈ പരിശോധനയ്ക്ക് വേണ്ടി തുടർച്ചയായി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകുന്നത്. മറിച്ച് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുകളിൽ നിർത്തുന്ന സമയത്തടക്കം ഈ തിരക്കേറുന്ന സമയത്തും ഈ വാതിൽ പടികളിലൊക്കെ നിൽക്കുന്ന ആളുകളെ ഈ കർശനമായി അകത്തേക്ക് കയറ്റി വിടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ എപ്പോഴും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം പൂർണ്ണ സമയം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലടക്കം പരിശോധന കൃത്യമായി നടത്തുകയും മദ്യപിച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി അവരെ ഈ ട്രെയിനിൽ കൃത്യമായി അവരെ ട്രെയിനിൽ നിന്ന് മാറ്റുന്ന അല്ലെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കാര്യത്തിലൊക്കെ ഒരു വ്യക്തമായ തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും പരിശോധന കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ലേഡീസ് കോച്ചുകളിലടക്കം വിശദമായ പരിശോധനയും നിരീക്ഷണവും നടത്താനാണ് RPFൻ്റെ തീരുമാനം. വിവരങ്ങൾ നൽകിയത് ഡാൻ കുര്യനാണ്.